మీరందరికీ നമസ്കാരം. ഇത് ലേൺ തെലുഗു ത്രൂ മലയാളം എന്ന വീഡിയോ സീരീസിന്റെ 9ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് തെലുഗില് ക്രിയാപദങ്ങൾ എങ്ങനെ പറയാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തൊട്ട് മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞ 10 ക്രിയകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ 62 ക്രിയകളാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, അതുവരെ ബേസിക് ആയിരുന്നു. ഇനി നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലൂടെ കടക്കാൻ പോവുകയാണ്. എങ്ങനെ വർത്തമാനകാലത്തിൽ സെന്റൻസ് ഉണ്ടാക്കാം, വാക്യങ്ങൾ ഉണ്ടാക്കാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം അതിന് മുൻപായിട്ട് ഞാൻ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബില് പോൾ ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, കുറച്ച് പോസ്റ്റുകൾ ഇടാറുണ്ട്. അപ്പം ഈ അടുത്തിട്ടൊരു പോസ്റ്റിങ്ങിനാണ് 8 ദിവസം മുൻപ് ലേൺ തെലുഗു ത്രൂ മലയാളം എന്ന് പറഞ്ഞ വീഡിയോകൾ എത്ര മിനിറ്റ് ലോങ് ആകുന്നതാണ് നല്ലത്, അതാണ് ചോദ്യം. 5 മിനിറ്റിൽ താഴെ, 5 മിനിറ്റിനും 10 മിനിറ്റിനും ഇടയിൽ, 10 മിനിറ്റിനും 15 മിനിറ്റിനും ഇടയിൽ, 15 മിനിറ്റിൽ കൂടുതൽ, എത്രയായാലും സാരമില്ല. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് എത്രയായാലും സാരമില്ല എന്നാണ്. 94 വോട്ടുണ്ട്. 50% ആൾക്കാരെ പറഞ്ഞ് എത്രയായാലും സാരമില്ല എന്നാണ്. ഞാൻ എത്രയൊരു ഇത് പ്രതീക്ഷിച്ചില്ല, എത്രയൊരു റെസ്പോൺസ്. കാരണം മുൻപ് ലേൺ ഒരു മിനിറ്റ് ഞാൻ പറയാം, ലേൺ കന്നഡ ത്രൂ മലയാളം എന്ന് പറഞ്ഞ വീഡിയോ എത്ര മിനിറ്റ് ലോങ് ആവുന്ന നല്ലതെന്ന് ഞാൻ ചോദിച്ച നേരത്ത് ആള് പറഞ്ഞത്, കൂടുതൽ പേര് പറഞ്ഞത് 5 മിനിറ്റിനും 10 മിനിറ്റിനും ഇടയിലാണ് നല്ലതെന്നാണ്. അപ്പം ഇവിടെ എത്രയായാലും സാരമില്ല 50%, 5 മിനിറ്റിനും 10 മിനിറ്റിനും ഇടയിൽ വേണമെന്ന് 19%, 5 മിനിറ്റിൽ താഴെ വേണമെന്ന് 14%, പിന്നെ അവിടുന്ന് അങ്ങോട്ട് ചെറിയ ചെറിയ നമ്പറുകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം എത്രയായാലും പ്രശ്നമില്ല. ഓക്കെ, എത്രയായാലും ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെയാണോ വേണ്ട ഓരോ വീഡിയോയ്ക്കും വേണ്ടത് അതനുസരിച്ച് ഞാൻ ലോങ് ആക്കാൻ നോക്കാം. അതായത് ഇപ്പം കുറച്ച് മാത്രം വേണ്ട സാഹചര്യമാണെങ്കിൽ കുറച്ച് മാത്രം, ലോങ് വേണമെന്നാണെങ്കിൽ ലോങ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു 62 ക്രിയകൾ നമ്മൾ ഇതുവരെ തെലുങ്കിൽ എങ്ങനെ പറയാമെന്ന് പറഞ്ഞു. നീ, നിങ്ങൾ, താങ്കൾ ഈ വാക്കുകൾ വെച്ചിട്ട് എങ്ങനെ പറയാമെന്ന്. ഇനി വർത്തമാനകാലം നമ്മൾ തുടങ്ങിയാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇത് പറയുന്നതിന് മുൻപ് ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ നമ്മുടെ കന്നഡ സീരീസിലെ വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. മലയാളവും എൻ്റെ അറിവിലാണ്, എനിക്കറിയാവുന്ന ഒരു നോളജ് വെച്ച്, അല്ലെങ്കിൽ ഞാൻ ഏതൊക്കെ ഭാഷയാണോ ഇന്ത്യയിലും വിദേശത്തുമായിട്ട് കണ്ടു പരിചയിച്ച ഭാഷകൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ അറിവിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും മാത്രമേ ഒരു ഈക്വലായൊരു സമാനമായ ഒരു വാക്യഘടനയുള്ളൂ. ഗ്രാമറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ, വ്യാകരണം എടുത്ത് നോക്കുകയാണെങ്കിൽ. അതായത് ഇപ്പം ഞാൻ ചന്തയിൽ പോകുന്നു, ഒരു ഉദാഹരണമാണ്, ക്ലാസിക്കായ ഒരു എക്സാമ്പിൾ ആണ്. ഞാൻ ചന്തയിൽ പോകുന്നു, ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ് എന്നതിന് ഇപ്പം ഞാൻ മാർക്കറ്റിൽ പോകുന്നു. ഓക്കെ, വർത്തമാനകാലത്തിൽ ഇംഗ്ലീഷിൽ വ്യത്യാസമുണ്ട്. ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ്, ഹി ഈസ് ഗോയിങ് ടു ദ മാർക്കറ്റ്, വി ആർ ഗോയിങ് ടു ദ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞു. അതിന്റെ പാസ്റ്റിന് എടുക്കൽ ഐ വെന്റ് ടു ദ മാർക്കറ്റ്. ഈ ഐ വെന്റ് ടു ദ മാർക്കറ്റ് എന്നതിന് ഹി, ഷീ, ഇറ്റ്, ദേ, വി എന്താണെങ്കിലും വെന്റ് ടു ദ മാർക്കറ്റ് അങ്ങനെ തന്നെ നിൽക്കും. മലയാളത്തിൽ പറയാം, ഞാൻ ചന്തയിൽ പോയി. അതിപ്പം നീ ചന്തയിൽ പോവുകയാണെങ്കിൽ നീയും ചന്തയിൽ പോയി തന്നെയാണ്. അവൾ ചന്തയിൽ പോയാൽ അവൾ ചന്തയിൽ പോയാണ്. അല്ലാതെ അവൾ ചന്തയിൽ പോയിളി അല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് ഇപ്പം അവനാണെങ്കിലും അവളാണെങ്കിലും അവരാണെങ്കിലും ഞാനാണെങ്കിലും നമ്മളാണെങ്കിലും എല്ലാം ക്രിയയിൽ വ്യത്യാസം വരുന്നില്ല. പക്ഷേ നമുക്ക് മലയാളികൾക്കെല്ലാം കുറെയൊക്കെ ഹിന്ദി ചെറുതായിട്ട് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഹിന്ദി ഒരു ഉദാഹരണം എടുക്കുകയാണ്. തമിഴാണ് കുറച്ചുകൂടി എളുപ്പമെങ്കിൽ ഞാൻ തമിഴിലും പറഞ്ഞുതരാം. അപ്പം ഹിന്ദിയിൽ ഇപ്പം മേ, ഓക്കെ, മേ മാർക്കറ്റ് ഗയ, ബജാർ ഗയ. ഓക്കെ, അത് ഞാനായതുകൊണ്ടാണ്. നമ്മൾ അല്ലെങ്കിൽ ഞങ്ങളാണെങ്കിൽ ഹം ഗയേ വരും, ഗയ അല്ല. അവളാണെങ്കിൽ വ ഗയി ആണ്. ഓക്കെ, അപ്പം ഗയ, ഗയേ, ഗയി അങ്ങനെ വ്യത്യാസം വരുന്നുണ്ട് ക്രിയയ്ക്ക്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും ഞാൻ, നീ, നിങ്ങൾ, നമ്മൾ, ഞങ്ങൾ, അവൻ, അവൾ, അവർ, അത്, ഇത് അങ്ങനെ ആരാണോ കർത്താവ്, ആരാണോ ഈ ക്രിയ ചെയ്യുന്നയാൾ, അത് മാറുന്നതനുസരിച്ച് വേറെ വേറെ വാക്യഘടനയാണ്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ പറയത്തില്ല. പക്ഷെ പഠിക്കുന്ന നേരത്തെ നമ്മൾ കുറച്ചൊന്ന് ആ ഒരു വാക്യഘടന ശരിക്കും മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എന്ന് പറഞ്ഞ് പറയുകയാണെങ്കിൽ എങ്ങനെ
പറയാം വർത്തമാനകാലത്തിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ 62 ക്രിയകളിൽ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ ആദ്യത്തെ 3 വീഡിയോകളിൽ നമ്മൾ പറഞ്ഞ 11 11 10 32 ക്രിയകളിൽ എങ്ങനെ പറയാം ഞാൻ പറഞ്ഞുതരാം. അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള 32 എങ്ങനെ ബാക്കിയുള്ള കണക്കിൽ കുറച്ച് വീക്കാണ്, ബാക്കിയുള്ള 30 എങ്ങനെ പറയാം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ ര, പോ, వెళ్ళు, వెళ్ళిపో, చెయ్యి, చెప్పు, అడుగు, విను, చదువు, రాయు, నేర్చుకో, తిన్ను, భోజనం చేయి, తాగు, ఇవ్వు, సహాయం చేయి, పని చేయి, ప్రార్థించు, నించో, కూర్చో, తీ, మూయి, మాట్లాడు, స్నానం చేయి, ఆటలాడు, పడుకో, లేయి, వంట చేయి, పరిగెత్తు, పారిపో, പാടു, ചൂടു. ഇത്രയും വാക്കുകളാണ് വർത്തമാനകാലത്തിൽ ഞാൻ ചെയ്യുകയാണ് എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പോ ഈ 32 ക്രിയകൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ചാനലൊക്കെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. എന്ന് വെച്ചാൽ മലയാളം വീഡിയോകളുണ്ട്, കന്നഡ വീഡിയോ ഉണ്ട്, ഇതൊന്നും അല്ലാത്ത വീഡിയോകളുണ്ട്, ഭാഷ ആയിട്ട് ഒരു ബന്ധമില്ലാത്ത വീഡിയോകളുണ്ട്. അതുകൊണ്ട് പ്ലേലിസ്റ്റിൽ പോയി ലെറ്റ്സ് ലേൺ തെലുഗു എന്ന് പറഞ്ഞ ആ ഒരു പ്ലേലിസ്റ്റ് എടുത്ത് ഞങ്ങൾക്ക് മനസ്സിലാകാവുന്നതാണ്, കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വർത്തമാനകാലത്തിൽ ഞാൻ എന്ന് പറഞ്ഞ് പിന്നെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിന്റെ ഒരു 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 വാക്യഘടന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ക്രിയയോടൊപ്പം തു ന നു. ഓക്കെ, ഈ തുണ്ണാനു എന്ന് പറഞ്ഞ വാക്കുകൾ ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം ആ വാക്ക് കിട്ടും, അതായത് ആ ക്രിയ കിട്ടും. ഓക്കെ, ഏകദേശം എന്ന് പറയാൻ കാരണം ഇതെല്ലായ്പ്പോഴും അപ്ലിക്കബിൾ അല്ല, അതുകൊണ്ടാണ്. ഓക്കെ, ആദ്യം നമുക്ക് ആദ്യത്തെ വാക്ക് ര എന്ന് വെച്ചാൽ വായു. ഈ വാക്കിന് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, അത് കന്നഡയിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ടെല്ലാം ഈ തുണ്ണാനു എന്ന് ചുമ്മാ അങ്ങ് ചേർത്താൽ മതി. ഓക്കെ, അപ്പൊ ഇനി ഞാൻ പറയാം. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നതിന് തെലുങ്കിൽ പറയുന്നതാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നേനു ആണ്. നേനു വസ്തുണ്ണാനു എന്ന് വെച്ചാൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നേനു വസ്തുണ്ണാനു. രാ എന്ന് പറഞ്ഞ വാക്കും വസ്തു എന്ന് പറഞ്ഞ വാക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആയത്തെ ഈ ഒരു വാക്കിന് മാത്രം വ്യത്യാസമുണ്ട്. ബാക്കി അവിടെ നിന്നോടെല്ലാം തുണ്ണാനു എന്ന് ചുമ്മാ അങ്ങ് ചേർത്താൽ മതി. എല്ലാ വാക്കുകളും കുറേയൊക്കെ. ഓക്കെ, അപ്പം രാ എന്ന് വെച്ചാൽ വായോ, രണ്ടി എന്ന് വെച്ചാൽ താങ്കൾ വന്നാലും ബഹുമാനപൂർവ്വം മുതിർന്നവർ പറയാനായിട്ട്. ഇനി ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇപ്പം നമ്മൾ ഫോൺ വിളിച്ച് പറയണം. ഓക്കെ, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നേനു വസ്തുണ്ണാനു എന്ന് വെച്ചാൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്രിയയിലോട്ട് പോകാം. അവിടുന്ന് അങ്ങോട്ട് എളുപ്പമായിരിക്കും കുറച്ചും കൂടി. പോ എന്നതിന് തെലുങ്കിൽ 3 പദങ്ങളുണ്ട്, 3 ക്രിയകളുണ്ട്, 3 ക്രിയാപദങ്ങളുണ്ട്. പോ, വെള്ളു, വെള്ളിപ്പോ. ഇതിൽ പോ എന്ന് നമുക്ക് പറയാനാണെങ്കിൽ, അതായത് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് നേനു പോത്തുണ്ണാനു. ഇതിനകത്ത് നമുക്ക് ഈ മലയാളികൾക്ക് ഇങ്ങനെ പോത്തുണ്ണാൻ എന്ന് പറയാൻ അത്രയും എളുപ്പമായിരിക്കില്ല. കാരണം നമ്മളെപ്പോഴും പോവുത്തുണ്ണാനു എന്ന് നമ്മൾ പറയും. ഈ തെലുങ്കിൽ ശരിക്കും പോത്തുണ്ണാനു തന്നെയാണ്. പക്ഷെ ഈ ഊ എന്നത്, അതായത് പോ എന്ന് പറഞ്ഞ വാക്കിന്റെയും തു എന്ന് പറഞ്ഞ വാക്കിന്റെയും ഉള്ളിലുള്ള ആ ഊ ഉണ്ടല്ലോ, അത് ഹാഫാണ്. അപ്പം പോത്തുണ്ണാനു അവർ പറയുന്ന നേരത്ത് നമ്മൾ വിചാരിക്കും അവർ പറയുന്നത് പോവുത്തുണ്ണാനു എന്നാണ്. പക്ഷെ അത് പോത്തുണ്ണാനു ആണ്. പോത്തുണ്ണാനു. ഓക്കെ, പോത്തുണ്ണാനു എന്ന് വെച്ചാൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് വെള്ളു. വെള്ളു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ പോ എന്ന് പറഞ്ഞ അർത്ഥം. ഇതിന് നേനു വെൽത്തുണ്ണാനു എന്ന് പറഞ്ഞു വരണം. അപ്പം വെള്ളുത്തുണ്ണാനു എന്ന് പറയാൻ പാടില്ല, വെൽത്തുണ്ണാനു. ഓക്കെ, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത വാക്ക് വെള്ളിപ്പോ. വെള്ളിപ്പോ എന്ന് പറയുന്നതും നേരത്തെ പറഞ്ഞ പോ എന്ന് പറഞ്ഞ വാക്കിന്റെ അതേപോലെ തന്നെയാണ്. നേനു വെള്ളിപ്പോത്തുണ്ണാനു എന്ന് വെച്ചാൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലാ വാക്കിനും ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ്, പോ. ഓക്കെ, അടുത്തത് ചെയ്. ചെയ്യൂ എന്ന് പറയുന്നതിന് തെലുങ്കിൽ പറയുന്ന ചെയ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് തെലുങ്കിൽ പറയുന്നതാണ് നേനു ചേസ്തുണ്ണാനു. അപ്പം എപ്പോഴും തു ന നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സ്തു സ്തു എന്ന് വെച്ച് എന്നുകൂടി വരണം. ഓക്കെ, അപ്പം നേനു ചേസ്തുണ്ണാനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ചെപ്പു എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയൂ. ഓക്കെ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് നേനു ചെപ്തുണ്ണാനു. അവിടെയും ചെപ്പുത്തുണ്ണാനു എന്ന് പറയാൻ പാടില്ല, ചെപ്തു
చెప్తున్నాను. నేను చెప్తున్నాను എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് അడుగు എന്ന് വെച്ചാൽ ചോദിക്കൂ. അപ്പം ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് నేను అడుగుతున్నాను. അവിടെ ആ ഡു ഗു എന്ന് പറഞ്ഞ ശേഷം ആ നേരത്തെ പറഞ്ഞ തുണ്ണാൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പം അడుగుతున్నాను എന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഇപ്പൊ കുറച്ചും കൂടി ഒരു ഇതായില്ലേ. ഇത്ര നാള് ചുമ്മാ ക്രിയകൾ മാത്രം പറയുകയായിരുന്നു. അന്നേരം എത്രയേ ഉള്ളൂ തെലുഗു എന്ന് നമുക്ക് തോന്നുമായിരുന്നു. ഇപ്പം ആഹാ ഇത്രയൊക്കെ ഉണ്ടല്ലേ എന്ന് നമുക്ക് തോന്നി തുടങ്ങും. ഓക്കെ, അടുത്തത് വിനു. ഓക്കെ, ഇവിടെയും കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. കാരണം വിനു എന്ന് പറഞ്ഞാൽ അറിയാലോ, കേൾക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞ വാക്കാണ്, എന്ന് പറഞ്ഞ അർത്ഥമാണ്. ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് നേനു വിൻടുണ്ണാനു എന്ന് പറഞ്ഞു വരണം. ഓക്കെ, വിൻടുണ്ണാനു, അവിടെ ടു എന്ന് പറഞ്ഞ അക്ഷരം എക്സ്ട്രാ ചേർക്കണം. അപ്പം നേനു വിൻടുണ്ണാനു എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്തത് ചതുവു അല്ലെങ്കിൽ ചതുവുക്കോ. അവിടെ ആ കോ എന്ന് പറഞ്ഞ വാക്ക് അവിടെ വരുന്നില്ല, അക്ഷരം വരുന്നില്ല. നേനു ചതുവുത്തുണ്ണാനു എന്ന് വെച്ചാൽ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ മുൻപ് ചെയ്ത ആ ക്രിയകളുടെ അർത്ഥങ്ങൾ പറഞ്ഞ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയാതെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ചതുവു നേനു ചതുവുത്തുണ്ണാനു, ഞാൻ ചതുവ് എന്താണ് വായിച്ചു കൊണ്ടിരിക്കുക, ഞാൻ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് രായു അല്ലെങ്കിൽ രാസ്കോ. അപ്പം രായു അല്ലെങ്കിൽ രാസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുക എന്നാണ് അർത്ഥം, രായു. ഓക്കെ, ഇവിടെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് നേനു രാസ്തുണ്ണാനു എന്ന് പറഞ്ഞു വരണം. ഓക്കെ, നേനു രാസ്തുണ്ണാനു. ഇനി അടുത്തത് നേർച്ചുക്കോ. ഓക്കെ, നേർച്ചുക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുക. ഓക്കെ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് നേനു നേർച്ചുകൊണ്ടുണ്ണാനു. ഓക്കെ, അവിടെ എക്സ്ട്രാ അക്ഷരങ്ങൾ ചേർക്കേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് നേനു നേർച്ചുകൊണ്ടുണ്ണാനു. അപ്പം ഞാൻ തെലുഗു പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാനായിട്ട് നേനു തെലുഗു നേർച്ചുകൊണ്ടുണ്ണാനു എന്ന് വെച്ചാൽ ഞാൻ തെലുഗു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരെങ്ങനെ എടുത്തെടുത്ത് പറയുന്നില്ല, ഞാൻ പറഞ്ഞ പോലെ നേനു തെലുഗു നേർച്ചുകൊണ്ടുണ്ണാനു എന്നവർ പറയില്ല, നേർച്ചുകൊണ്ടാനു തെലുഗു നേർച്ചുകൊണ്ടാനു എന്ന് പറയും അവർ. അപ്പോൾ നമ്മൾ മനസ്സിലാവേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വാക്കുകൾ ഇതൊക്കെയാണ്, നേർച്ചു കുണ്ടു നു, ഇതൊക്കെയാണ് അക്ഷരങ്ങൾ എന്നത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അടുത്തത് ഓക്കെ, ആ 11 കഴിഞ്ഞു. ഈ അടുത്ത രണ്ടാമത് പറഞ്ഞ വീഡിയോയിൽ ഉള്ള 11 വാക്കുകൾ. തിന്നു. നേരത്തെ ഞാൻ പറഞ്ഞു ഈ വിനു എന്ന് പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. വിനു എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക, അതിന് വിൻടുണ്ണാനു എന്ന് പറയുന്ന പോലെ ഞാൻ ഭക്ഷണം ഞാൻ തിന്നുകൊണ്ടിരിക്കുകയെന്ന് പറയാനായിട്ട് തിന്നു എന്ന് പറഞ്ഞ വാക്ക് ഞാൻ തിന്നുകൊണ്ടിരിക്കുകയെന്ന് പറയാനായിട്ട് നേനു തിണ്ടുണ്ണാനു എന്ന് വെച്ചാൽ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നേനു തിണ്ടുണ്ണാനു എന്ന് വെച്ചാൽ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ വാക്ക് അറിയാലോ, ഭോജനം ചെയ്യും. അപ്പം ചെയ് എന്ന് പറഞ്ഞ വാക്ക് എവിടേക്ക് വന്നാലും, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ചുമ്മാ ചെയ്യുന്ന പറയുകയാണെങ്കിലും, അല്ലെങ്കിൽ പണി ചെയ്, ഭോജനം ചെയ്, പിന്നെന്താണ് ചെയ്യുന്ന പറഞ്ഞു വണ്ട ചെയ്, അങ്ങനെയൊക്കെ പറയുന്ന നേരത്ത് ആ ചെയ് എന്നത് ചേത്തുണ്ണാനും ആയി പോകും. ഓക്കെ, അപ്പം ഭോജനം ചെയ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കൂ, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ പറയാനായിട്ട് നേനു ഭോജനം ചേത്തുണ്ണാനു, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വാക്ക് താഗു. താഗു എന്ന് വെച്ചാൽ കുടിക്കുക, ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാനായിട്ട് നേനു താഗുത്തുണ്ണാനു. ഓക്കെ, താഗു അതിനുശേഷം തുണ്ണാനു പറഞ്ഞു, താഗ്തു എന്ന് വരില്ല, നേനു താഗുത്തുണ്ണാനു. ഓക്കെ, അടുത്ത വാക്ക് ഇവു. ഇവിടെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്, കാരണം വു എന്ന് പറഞ്ഞ അക്ഷരത്തിലാണ് അവസാനിക്കുന്നെങ്കിലും ഈ വു കഴിഞ്ഞിട്ടല്ല ബാക്കി വരുന്നത്. അപ്പം ഇവു എന്ന് പറഞ്ഞാൽ കൊടുക്കുക അല്ലെങ്കിൽ തരുക, രണ്ടും ഞാൻ പറഞ്ഞു, രണ്ടിനും കൂടി ഒറ്റ വാക്കാണ്. ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നോ അല്ലെങ്കിൽ ഞാൻ തന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ തന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, രണ്ടിനും കൂടി പറയുന്ന വാക്കാണ് നേനു ഇസ്തുണ്ണാനു. ഓക്കെ, വീണ്ടും സ്തു എന്ന് പറഞ്ഞ വാക്ക് വെച്ചാണ് ചേർക്കേണ്ടത്, നേനു ഇസ്തുണ്ണാനു. ഓക്കെ, അടുത്തത് സഹായം ചെയ് എന്ന് വെച്ചാൽ സഹായിക്കൂ, നേനു സഹായം ചെയ്തുണ്ണാനു എന്ന് വെച്ചാൽ ഞാൻ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ചെയ് എന്ന് പറഞ്ഞ വാക്ക്. ഓക്കെ, ചുമ്മാ ചെയ് എന്ന് പറയുകയാണെങ്കിലും
ഭോജനം ചെയ്യുന്നു പറയാനും സഹായം ചെയ്യുന്നു പറയാനും അടുത്ത വാക്ക് പണി ചെയ് എന്ന് വെച്ചാൽ ജോലി ചെയ്യുക. നേനു പണി చేస్తున్నాను എന്ന് വെച്ചാൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് പ്രാർത്ഥിഞ്ചു. പ്രാർത്ഥിഞ്ചു എന്നാണ് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ വാക്ക് വരുന്നത്. പക്ഷേ അവിടെ ദിം ജു എന്ന് പറഞ്ഞ അതിൽ അവസാനിക്കുന്നില്ല. അതിങ്ങനെയാണ്, ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് നേനു പ്രാർത്ഥിస్తున్నాനു. അവിടെയും വീണ്ടും സ്തു എന്ന് പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് കൊണ്ടുവരും. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വാക്കുകളൊക്കെ നിങ്ങൾ ഒരു ഭാഷ പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ എഴുതിയെടുക്കുക, മനഃപ്പാടമാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആന്ധ്രയിൽ അല്ലെങ്കിൽ തെലങ്കാനയിൽ പോയി സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അവിടെ ഓൾറെഡി സെറ്റിൽ ആയിരിക്കുന്ന ഒരാളാണെങ്കിൽ സംസാരിക്കുക, ഉപയോഗിക്കുക അതൊക്കെ. കാരണം എനിക്ക് ഈ ഒരു വാക്യഘടന ഞാൻ പഠിച്ചതിന് ശേഷം ഞാൻ ആൾക്കാരോട് സംസാരിക്കാൻ പോയ നേരത്തെ എനിക്ക് കുറേയൊക്കെ തെറ്റു വന്നിരുന്നു. കാരണം ഈ തുണ്ണാനു മാത്രമല്ല തുണ്ണാനു വരുന്നുണ്ട്, ടുണ്ടുണ്ണാനു വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് മാറിപ്പോവും. അപ്പം ഉപയോഗിക്കുക, ശീലമാക്കുക. അതല്ലാതെ ഒരു ഭാഷ പഠിക്കാൻ ഒരു മാർഗവുമില്ല. കാരണം കുറെ ഭാഷ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ടച്ച് വിട്ടു പോകും. എന്റെ സ്വന്തം അനുഭവത്തിന് പറയുവാണ്. ഓക്കെ, പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് നിഞ്ചോ കുറിച്ചോ. നിഞ്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കൂ, കുറിച്ചോ എന്ന് വെച്ചാൽ ഇരിക്കൂ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് നിഞ്ചോ അത്രയും നമ്മൾ മലയാളികൾക്ക് പറയാൻ അത്ര എളുപ്പമുള്ള വാക്കല്ല. നിഞ്ചോ കുറിച്ചോ. ഇനി അതിന്റെ നിഞ്ചോണ്ടി കുറിച്ചോണ്ടി എന്നൊക്കെ പറഞ്ഞു. ഇനി അവിടെ ഞാൻ നിന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് ഞാൻ നിൽക്കുകയാണ് എന്ന് പറയാനായിട്ട് പറയേണ്ടത് ഇങ്ങനെയാണ്, നേനു നിഞ്ച് കൊണ്ടുണ്ടാനു. ഓക്കെ, അപ്പം എന്ന് വെച്ചാൽ ഞാൻ നിന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം. ഞാൻ നിൽക്കുകയാണ്, ഞാൻ നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. അതിന്റെ അർത്ഥം അതാണ്, ഞാൻ നിന്നിട്ടുണ്ട്, ഞാൻ ഇപ്പൊ നിൽക്കുകയാണ്. ഓക്കെ, അപ്പം വാക്ക് ഇങ്ങനെയാണ്, നിഞ്ച് കൊണ്ടുണ്ടാനു. ഞാൻ ഭൂതകാലം പറയുന്ന നേരത്ത് കുറച്ചും കൂടി എളുപ്പമായ കാര്യം പറഞ്ഞുതരാം. അപ്പം നമുക്കത് എളുപ്പമാണ്. കാരണം ഞാൻ നിന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ നിൽക്കുകയാണ്, രണ്ടിനും അർത്ഥവും തന്നെയാണല്ലോ. അപ്പം അത് പറഞ്ഞാലും മതി. ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ നിഞ്ചു കൊണ്ടുണ്ടാനു. ഇരിക്കുകയാണെന്ന് പറയാനും ഏകദേശം അതേ വാക്യം തന്നെയാണ്, നേനു കുറിച്ച് കൊണ്ടുണ്ടാനു. ഓക്കെ, ഇതിനെ കുറിച്ചുണ്ടുണ്ടാനു എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ കറക്റ്റായ ഒരു ഗ്രാമാറ്റിക്കൽ നോക്കുകയാണെങ്കിൽ കുറിച്ച് കൊണ്ടുണ്ടാനു ആണ് കറക്റ്റായ വാക്ക്. ഓക്കെ, നേനു കുറിച്ച് കൊണ്ടുണ്ടാനു. അടുത്തത് എന്താണ്? തീ മുയ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, തീ എന്ന് പറഞ്ഞാൽ തുറക്കുക, മുയ് എന്ന് പറഞ്ഞാൽ അടയ്ക്കുക. ഓക്കെ, അപ്പം ഇതിന്റെ ഞാൻ അടച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് നേനു തീസ്തുണ്ടാനു എന്ന് പറഞ്ഞു വരണം. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ അടക്കിയാണെന്ന് പറയാനായിട്ട് നേനു മൂസ്തുണ്ടാനു. ഈ തീസ്തുണ്ടാനു ശരിക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ്. അതേപോലെ ഉപയോഗിക്കണം. കാരണം തീ എന്ന് പറഞ്ഞാൽ തുറക്കുക എന്നാണ്. ഇനി തീസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുക എന്നാണ് അർത്ഥം. അപ്പം തീസ്കോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നതും ഞാൻ തുറന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നതും കുറച്ച് വ്യക്തമായി നമ്മൾ പറഞ്ഞില്ലെങ്കിൽ രണ്ടും തമ്മിൽ മാറിപ്പോവും. എടുക്കുന്ന പറഞ്ഞ വാക്ക് വരുന്നത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാ പറയേണ്ടത്. ഇപ്പൊ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഞാൻ തുറന്നുകൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് നേനു തീസ്തുണ്ടാനു. ഞാൻ അടച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് നേനു മൂസ്തുണ്ടാനു. അങ്ങനെ ആ 11 ക്രിയകളും കഴിഞ്ഞു. അടുത്ത 10 ക്രിയകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാట్లాడు, സ്നാനം ചെയ്യ, ആട്ടലാടു, അവിടെ നിന്നുള്ള 10. ഓക്കെ, മാట్లాడు എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കുക. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് നേനു മാట్లాడుతున్నాను. ഓക്കെ, അത് കുറച്ച് കേൾക്കാൻ രസമുള്ള ഒരു വാക്കാണ് അല്ലെ. മാట్లాడుతున్నాను, നേനു മാట్లాడుతున్నాను എന്ന് വെച്ചാൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മാట్లాడుతున్నాను. ഓക്കെ, മാట్లాడు കഴിഞ്ഞിട്ട് തുണ്ണാനു പറഞ്ഞു വരണം. ഇനി അടുത്ത വാക്ക് സ്നാനം ചെയ്യും. ഓക്കെ, സ്നാനം ചെയ്യുന്ന വെച്ചാൽ കുളിക്കുക. ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് തെലുങ്കിൽ പറയുന്നതാണ് നേനു സ്നാനം ചെയ്തുണ്ടാനു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ചെയ്യുന്ന പറഞ്ഞ വാക്ക് അതിന്റെ ഒപ്പം അങ്ങ് ഉപയോഗിക്കാന്നുള്ളൂ, ചെയ്തുണ്ടാനു. അടുത്തത് കുറച്ച് ഫാസ്റ്റ് ആണ്, കുറച്ച് ലോങ് ആവുന്നുണ്ട് വീഡിയോ, അറിയാം. ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട്, കളിക്കുന്ന പറഞ്ഞാൽ ആട്ടലാടു എന്നാണല്ലോ. ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് നേനു ആട്ടലാടുത്തുണ്ടാനു. നേരത്തെ പറഞ്ഞ മാട്ടലാടു ആട്ടലാടു രണ്ടും തമ്മിൽ നല്ല സാമ്യമുണ്ടല്ലോ വാക്കുകൾ തമ്മിൽ. മാട്ടലാടുത്തുണ്ടാനു അതേപോലെ തന്നെയാണ് ആട്ടലാടുത്തുണ്ടാനു. അടുത്തത് പടുക്കോ എന്ന് വെച്ചാൽ കിടക്കൂ, ഉറങ്ങൂ എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. പടുക്കോ എന്നാണ് വാക്ക് അവസാനിക്കുന്നെങ്കിലും ഞാൻ കിടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് നേനു
പടുക്കോ വരില്ല, പടുക്കു വരും. പടുക്കുണ്ടുണ്ണാനു. ഓക്കെ, എന്ന് വെച്ചാൽ ഞാൻ കിടന്നുകൊണ്ടിരിക്കുകയാണ്. നേനു പടുക്കുണ്ടുണ്ണാനു. ഇനി ഞാൻ എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് നേനു ലേ എന്നാണ് വാക്ക്. ലേ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കും. നേനു ലേസ്തുണ്ണാനു എന്ന് പറഞ്ഞു തരണം. ലേസ്തുണ്ണാനു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണമാണ് അടുത്ത വാക്ക് വണ്ട ചെയ് എന്ന് വെച്ചാൽ കുക്ക് ചെയ്യുക, പാചകം ചെയ്യുക. ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് നേനു വണ്ട ചേസ്തുണ്ണാനു. അത്ര മതി. അടുത്തത് 4 വാക്കുകളുണ്ട്. പരിഗെത്തു എന്ന് വെച്ചാൽ ഓടിപ്പോകും. ഇനി ഞാൻ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓടിപ്പോയല്ല, ഓടു എന്നാണ് പരിഗെത്തു. ഓടിപ്പോണ് അടുത്ത വാക്ക് പാറിപ്പോ. അപ്പം പരിഗെത്തു ഞാൻ ഓടിക്കൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് വളരെ സിമ്പിൾ ആണ്. പരിഗെത്തുണ്ണാനു. ഓക്കെ, പരിഗെത്തുണ്ണാനു വെച്ചാൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പാറിപ്പോ എന്ന് വെച്ചാൽ ഓടിപ്പോ എന്നാണല്ലോ, പാറിപ്പോ. അപ്പം ഞാൻ ഓടിപ്പോയി കൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് പറയുന്ന വാക്കാണ് പാറിപ്പോത്തുണ്ണാനു. നമ്മൾ ഈ വാക്കുകളൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷേ ഞാൻ പറയുകയാണ്, ഇതാണ് അതിന്റെ വാക്യത്തിന്റെ ഘടന. ഈ ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ടി വന്നാൽ ബൈ ചാൻസ് ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അത്ര അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പാറിപ്പോ കഴിഞ്ഞു. അടുത്ത് പാടു, പിന്നെ ചൂടു. ഓക്കെ, പാടു എന്ന് വെച്ചാൽ പാടുക എന്നാണ് അർത്ഥം, മലയാളത്തിലെ പോലെ തന്നെ. ഞാൻ പാടിക്കൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് നേനു പാടുത്തുണ്ണാനു. ഇനി നോക്കുക അല്ലെങ്കിൽ കാണുക എന്ന് പറഞ്ഞ വാക്ക് ചൂടു എന്നാണല്ലോ, ചൂടു. പാടു എന്നത് പാടുത്തുണ്ണാനു ആണ്. പക്ഷെ ചൂടു എന്നത് ചൂടുത്തുണ്ണാനും അല്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറയാനായിട്ട് നേനു ചൂസ് തുണ്ണാനു എന്ന് പറഞ്ഞു വരണം. ഓക്കെ, ചൂസ് തുണ്ണാനു. ആ ഒരു ഇത് വെച്ചിട്ട് പാസ് തുണ്ണാൻ പറയാൻ പറ്റില്ല, പാടുത്തുണ്ണാനു ആണ്. ഇവിടെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയാനായിട്ട് നേനു ചൂസ് തുണ്ണാനു. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. ഓക്കെ, എത്രയും മതി. ഓൾറെഡി 30-32 ക്രിയകളെ എങ്ങനെ ഞാൻ ആണ് സബ്ജക്റ്റിംഗിൽ കർത്താവെങ്കിൽ എങ്ങനെ വർത്തമാനകാലത്തിൽ പറയാമെന്ന് മാത്രം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പതുക്കെ പോകാം. കുറച്ച് കന്നഡ, കൂടുതൽ ക്ലാരിറ്റിയാണ് നമ്മുടെ കന്നഡയുടെ ഒരു മോട്ടിവേഷണൽ ഒരു ക്യാച്ച് ലൈൻ. ഇവിടെ നമുക്ക് പതുക്കെ പോകാം. കുറച്ച് തെലുഗു, കൂടുതൽ ക്ലാരിറ്റി. അടുത്തൊരു വീട്ടിൽ കാണുന്നവരെ ബൈ.